നമസ്കാരം. ജാതക കഥകളിലെ 19ാമത്തെ കഥ കുരങ്ങനും മുതലയും. ബോധിസത്വൻ കുരങ്ങന്മാരുടെ രാജാവായി ജനിച്ചിരിക്കുകയാണ്. ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ ഒരു നദീതീരത്തുള്ള കാട്ടിലാണ് അവൻ്റെ താമസം. ആ നദിയിൽ തന്നെ ഒരു മുതലയും അവൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. തടിച്ചു കൊഴുത്ത കുരങ്ങനെ കണ്ടപ്പോൾ മുതൽ പെൺമുതലയ്ക്ക് ഒരു കൊതി, കുരങ്ങൻ്റെ കരള് തിന്നണം. ഭാര്യയുടെ ഈ ആഗ്രഹം അറിഞ്ഞപ്പോൾ മുതല അവളോട് ചോദിച്ചു, പ്രിയേ, നിന്റെ ആഗ്രഹം കൊള്ളാം, പക്ഷെ ആ കുരങ്ങൻ കരയിലാണ് കഴിയുന്നത്, നമ്മൾ വെള്ളത്തിലും, പിന്നെ എങ്ങനെയാണ് അവനെ പിടിക്കുക? അപ്പോൾ അവൾ പറഞ്ഞു, ബലം കൊണ്ട് നടക്കാത്തത് സൂത്രം കൊണ്ട് സാധിക്കും. എങ്ങനെയായാലും എനിക്കവൻ്റെ കരള് തിന്നേ മതിയാവും. ശരി, ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം, മുതല പറഞ്ഞു. കരയിൽ ചാടി നടക്കുന്ന കുരങ്ങനെ തന്ത്രം കൊണ്ടേ പിടിക്കാൻ പറ്റൂ എന്ന് മുതലയ്ക്ക് മനസ്സിലായി. അതിനുവേണ്ടി മുതല കുരങ്ങനുമായി പരിചയം സ്ഥാപിച്ചു. കാണുമ്പോഴെല്ലാം അടുപ്പത്തോടെ പെരുമാറി. കുറച്ചു നാൾ കൊണ്ട് അവർ ചങ്ങാതിമാരായി മാറി. ഒരു ദിവസം മുതല കുരങ്ങനോട് പറഞ്ഞു, ചങ്ങാതി, ഈ കാട്ടിൽ പഴങ്ങൾ കുറവാണല്ലോ. അക്കരക്കാട്ടിൽ ഒരു അത്തിമരം നിറയെ കായ്കൾ പഴുത്ത് നിൽക്കുന്നു. നിനക്ക് അവിടെ പോയി വയറ് നിറച്ച് അത്തിപ്പഴം തിന്നൂടെ? ശരിയാണ്, പക്ഷേ ആഴവും വീതിയുമുള്ള ആ നദി ഞാൻ എങ്ങനെ കടക്കുമെന്നായി കുരങ്ങൻ. അപ്പോൾ മുതല പറഞ്ഞു, അത് സാരമില്ല, നീ എൻ്റെ പുറത്തേക്ക് കയറിക്കോ. അക്കരെ കൊണ്ടു ചെന്നാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുരങ്ങൻ മുതലയുടെ പുറത്ത് കയറിയിരുന്നു. മുതല നീന്താൻ തുടങ്ങി. നദിയുടെ നടുക്കെത്തിയപ്പോൾ മുതല മെല്ലെ മുങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് കുരങ്ങൻ വിളിച്ചു ചോദിച്ചു, അല്ല ചങ്ങാതി, നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ മുതല പറഞ്ഞു, നീ എന്തു വിചാരിച്ചു? നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടൊന്നുമല്ല ഞാൻ നിന്നെ പുറത്തു കയറ്റി കൊണ്ടുവന്നത്. എൻ്റെ ഭാര്യയ്ക്കൊരാഗ്രഹം, നിന്റെ കരള് തിന്നണമെന്ന്. നമുക്ക് അവളുടെ അടുത്തേക്ക് പോകാം. ഇത് കേട്ട കുരങ്ങൻ അപകടം മനസ്സിലായി. പക്ഷെ അവൻ ഒട്ടും സംഭ്രമിക്കാതെ സാവകാശം പറഞ്ഞു, എന്നാൽ നീ അത് നേരത്തെ പറയണ്ടേ? ഞാൻ എൻ്റെ കരളെടുത്ത് മരപ്പൊത്തിൽ വെച്ചിട്ടാണല്ലോ വന്നത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും? കുഴപ്പമില്ല, നമുക്ക് തിരിച്ചുപോയി അതെടുത്തു കൊണ്ടുവരാം. കുരങ്ങ് പറഞ്ഞത് മുതല അപ്പാടെ വിശ്വസിച്ചു. അവൻ കുരങ്ങനെയും കൊണ്ട് കരയിലേക്ക് തിരിച്ച് നീന്താൻ തുടങ്ങി. കുരങ്ങൻ കരയ്ക്ക് കയറി. ഒറ്റച്ചാട്ടത്തിന് അവൻ ഒരു മരത്തിൽ കയറി പറ്റി. എന്നിട്ട് മുതലയെ കളിയാക്കി നാണിപ്പിച്ചു വിട്ടു. ഒരു തന്ത്രവുമായി ചതിക്കാൻ വന്നാൽ മറുതന്ത്രവുമായി നേരിടുക, അതാണ് ബുദ്ധിയുള്ളവരുടെ വഴി. നന്ദി.